കെപിസിസി പുനഃസംഘടന വൈകാൻ സാധ്യത. അധ്യക്ഷനെ മാറ്റുന്നതിൽ അഭിപ്രായ വ്യത്യാസം തുടരുന്ന സാഹചര്യത്തിൽ എഐസിസി നേതൃത്വം മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. നിലവിലെ അധ്യക്ഷൻ കെ സുധാകരന് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് നേതൃത്വം പ്രതിസന്ധിയിലായത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ഈ കെപിസിസി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട അവ്യക്തത തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നലെയായിരുന്നു KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്ന ദിവസം. എന്നാൽ വലിയ തരത്തിലുള്ള വിയോജിപ്പ് പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടായ സാഹചര്യത്തിലാണ് ഒരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം KPCC അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റിക്കൊണ്ട് അവിടേക്ക് ആന്റണി MP എത്തിക്കാനായിരുന്നു AIC നേതൃത്വത്തിൻ്റെ തീരുമാനം. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കന്മാരുടെ കടുത്ത വിയോജിപ്പ്, ഒന്ന് കെ സുധാകരനെ മാറ്റുന്നതിനോടും മറ്റൊരു വിയോജിപ്പ് ആന്റണി MP അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനോടും, ഈ രണ്ട് വിയോജിപ്പുകളും ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഒരു വലിയ അനിശ്ചിതത്വത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് AICC നേതാക്കൾ വീണ്ടും കേരളത്തിലുള്ള നേതാക്കളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കളാണ് ആന്റണി MPയെ KPCC അധ്യക്ഷനാക്കരുത് എന്നുള്ള അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയത്. കാരണം വലിയ തരത്തിൽ ജനപ്രിയനല്ല, കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടില്ല, പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള കഴിവ് ആന്റണിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള കത്തുകളാണ് AICC നേതൃത്വത്തിനും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും കഴിഞ്ഞ ദിവസം ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് പിന്തുണ നഷ്ടപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായ സാഹചര്യത്തിലാണ് ആന്റണിയുടെ പേര് തൽക്കാലം പ്രഖ്യാപിക്കേണ്ട എന്ന തരത്തിലേക്ക് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം മെയ് 2-ാം തീയതി കെ സുധാകരനെ ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന KC വേണുഗോപാലോ ഒപ്പം ദീപദാസ് മുൻഷിയോ പങ്കെടുത്തിരുന്നില്ല. പകരം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച സമയത്ത് കേരളത്തിൻ്റെ ചുമതലയുള്ളവർ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം കേരള നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ചില നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു ചിലരെ വീണ്ടും KPCCയിലേക്ക് കൊണ്ടുവരുന്നത് വിഭാഗീയത വളർത്തും എന്നൊരു തോന്നൽ AICCയിൽ ഉയർന്നു വന്നിരിക്കുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് AICC നേതാക്കൾ കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്താൻ വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഘടകകക്ഷികളിലെ ചില നേതാക്കന്മാർക്കും കടുത്ത വിയോജിപ്പുണ്ട്. കാരണം ജനസമ്മതനായ ഒരു KPCC അധ്യക്ഷനെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തരത്തിലുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിലുള്ള വിയോജിപ്പ് കൃത്യമായി AICC നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ നേതാക്കൾ പലപ്പോഴും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കൂടെ മാത്രമാണ്. എല്ലാ നേതാക്കന്മാരോടും വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പരാതി. അത്തരത്തിലുള്ള പരാതികളെല്ലാം തന്നെ വ്യാപകമായി ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ AICC നേതാക്കന്മാർ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ഒരു പക്ഷേ ഈ KPCC പുനഃസംഘടന ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ഡൽഹിയിൽ വെച്ച് ചർച്ച നടത്തിയപ്പോൾ കെ സുധാകരൻ മല്ലികാർജ്ജുൻ ഖാർഗെയോടും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയോടും ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ തന്നെ തുടരാൻ അനുവദിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ മുതിർന്ന നേതാവായ AK ആന്റണിയെ കെ സുധാകരൻ വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ പരാതി അറിയിക്കുകയും ചെയ്തു. ഇനി നിർണായകമായ റോള് എടുക്കുവാൻ AK ആന്റണിക്ക് കഴിയും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാരണം പലപ്പോഴും കേരളം രാഷ്ട്രീയപരമായും പാർട്ടിക്കുള്ളിലും പ്രതിസന്ധി ഉയർന്നു വരുന്ന സാഹചര്യങ്ങളിൽ AK ആന്റണിയുടെ വാക്കിന് വലിയ വില കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിൽപ്പെട്ടവർ AK ആന്റണിയുമായി ചർച്ച നടത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തുടരുവാനുള്ള താല്പര്യം നേരത്തെ തന്നെ AICC നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഒപ്പം ഹൈക്കമാൻഡിനോട് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കന്മാർ, പ്രത്യേകിച്ചും ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ അതൃപ്തി അറിയിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ കത്ത് നൽകിയിരുന്നെങ്കിലും AK ആന്റണി ഇടപെട്ടാണ് അത് പിന്നീട് പിന്തിരിപ്പിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു ചർച്ച അനിവാര്യമാണെന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും ഇനിയും നീണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഒരു പക്ഷേ വലിയ വിയോജിപ്പുകളോ എതിർപ്പുകളോ ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ KPCC അധ്യക്ഷൻ്റെ പേര് AICC നേതൃത്വം അറിയിക്കുമായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റം വന്നിരിക്കുന്നു. ഇനി സംസ്ഥാനത്തെ നേതാക്കന്മാരുടെ തീരുമാനം കൂടി അറിയേണ്ടി വരും. പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കന്മാരായ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ
പ്രത്യക്ഷത്തിൽ കെ സുധാകരന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം കണ്ണൂർ, കോട്ടയം DCCകളും പാലക്കാട് DCCയും അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ 3 ജില്ലാ DCC നേതൃത്വവും കെ സുധാകരനോടൊപ്പം ഉറച്ചു നിൽക്കുന്നു. മാത്രവുമല്ല DCCയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ കെ സുധാകരന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ഇനിയൊരു അനിശ്ചിതത്വം വേണ്ട. അതൊരു പക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിജയസാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഒരു പുതിയ നേതൃനിര കൊണ്ടുവരുന്നതിനോട് ഒരു വട്ടം കൂടി ആലോചന വേണ്ടിവരും തലത്തിലേക്ക് AICC നേതാക്കന്മാർ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളത്. ഈ ആഴ്ചയോ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിലുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ KPCC അധ്യക്ഷനെ മാറ്റിക്കൊണ്ട് മറ്റൊരാളെ കൊണ്ടുവരാനൊരു നീക്കം നടത്തിയാൽ അതും വലിയ തരത്തിൽ മുന്നണിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകും. അത്തരത്തിൽ ഒരു തിരിച്ചടി കൂടി ഉണ്ടാകുന്നത് പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കും. അങ്ങനെ ഒരു തരത്തിൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ കൂടി മുഖവിലേക്ക് എടുത്തുകൊണ്ട് മുതിർന്ന നേതാക്കന്മാർ പറയുന്നത് കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നേതൃനിര മാറ്റം അല്ലെങ്കിൽ ഒരു പുനഃസംഘടനയാണ് ഇപ്പോൾ AICCയുടെ മുന്നിലുള്ളത്. കാർത്തു.